ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണി വിക്രത്തിനെ നടുറോഡിലിട്ട് തല്ലുന്നുണ്ട്. അങ്ങനെ ആ കാര്യം നമ്മുടെ ചാരിയോടും സരയുനോടും പറയുന്ന സമയത്ത് അവർ പറയാണ്, അങ്ങനെ അവൾക്ക് വന്നും പോയും തല്ലാനുള്ളതല്ലല്ലോ ഇവനക്ക്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, അവൾക്കെതിരെ കേസ് കൊടുക്കണം, ഒരു കാരണവും ഇല്ലാതെ തല്ലി എന്ന് പറഞ്ഞിട്ട് അവളെ ഒരു ദിവസം അവളെ പോലീസ് സ്റ്റേഷനിൽ കിടത്തണം, അവളെ ജയിലിൽ കിടത്തണം എന്നൊക്കെ പറയുന്നു. എന്തായാലും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെന്തെല്ലാം ചിലവുകൾ വേണോ അതൊക്കെ ഞങ്ങൾ തരാമെന്ന് ചാരിയും സരയും ഓഫർ ചെയ്യണ കേൾക്കുമ്പോൾ പ്രകാശിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പ്രകാശിന് എന്തായാലും അവൾക്കെതിരെ കേസ് കൊടുക്കാമെന്ന് വിചാരിച്ച് നേരെ വിക്രത്തിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ അവിടെ കല്യാണിയൊക്കെ ഉണ്ടായിരിക്കും. കല്യാണിയെ ഇവനെതിരെ കേസ് കൊടുക്കാൻ വന്നതാണ്, ആൽബിയെ ഉപദ്രവിച്ചതിനും അതായത് സോണിയുടെ വീട്ടിൽ കള്ളം കയറിയ ഒരു കാര്യമൊക്കെ പറയാൻ വേണ്ടിയാണ് അവിടെ എത്തുന്നത്. ആ സമയത്ത് തല്ലിയതിനെ കുറിച്ച് പ്രകാശൻ ചോദിക്കുന്നുണ്ട് കല്യാണിയോട്. അപ്പൊ പറയാണ്, ഇവനെ തല്ലുകയല്ല വേണ്ടത്, ഇവന് മഹാദുഷ്ടനാണ്, ഇവൻ ചെയ്ത ക്രൂരതകളൊക്കെ നിങ്ങൾക്കറിയില്ല, പിന്നെ ഇവനിങ്ങനെയാവാൻ കാരണം നിങ്ങളാണ്, നിങ്ങളെന്ന് പറയുന്ന അച്ഛനാണെന്ന് പറഞ്ഞ അവൻ പ്രകാശന്റെ നേരെ കൈ ചൂണ്ടുകയാണ് കല്യാണി. അപ്പോൾ അത് കാണുന്ന പ്രകാശൻ ചൂടാവുന്നുണ്ട്. പ്രകാശം പറയാണ്, നീ എനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാറായൂടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. വിരൽ ചൂടി ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം നിങ്ങൾക്കെതിരെ ഞാൻ വിരൽ ചൂടി സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് കല്യാണി അങ്ങനെ കത്തിക്കയറുകയാണ്. പ്രകാശനൊന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കല്യാണിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന അവരെ പോലീസ് എന്തായാലും അവിടെ പിടിച്ച് ഇടുന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം സോണിയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത് വിക്രമാണെന്നുള്ള സൂചനയൊക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അവന് എന്തായാലും ഈ ഒരു കാര്യം അവർക്ക് തന്നെ അതൊരു ദോഷമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.